ഹലോ ഗായ്സ്, വെൽക്കം ടു വി എസ് വേൾഡ്. നമ്മളിന്ന് പോകുന്നത് മീൻപിടിപ്പാറയിലാണ്, കൊട്ടാരക്കരയിലുള്ള മീൻപിടിപ്പാറ. ലൊക്കേഷൻ വരുന്നത് നമ്മൾ പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര വരുമ്പോൾ കൊട്ടാരക്കര സിഗ്നൽ എത്തുന്നതിന് മുമ്പിട്ട് ഇടത്തോട്ട് കയറി 1 കിലോമീറ്റർ പോകുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ടിന് 20 രൂപയും ചിൽഡ്രന് 10 രൂപയാണ്. ടൈമിംഗ് വരുന്നത് 10 AM to 6 PM ആണ്. ആദ്യമേ കയറുമ്പോൾ തന്നെ നമുക്കവിടെ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്, നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകം പാർക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗാർഡനിങ് ഒക്കെ ചെയ്ത് അതിമനോഹരമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പോകുന്ന ഒരു അരുവിയാണ്. അത് ഈ കല്ലുകളുടെ ഇടയ്ക്കൂടെ ഒഴുകി പോകുന്നത് കാണാൻ അതിമനോഹരമാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു തൂക്കുപാലത്തിൻ്റെ രീതിയിലൊരു ചെറിയ പാലം വെച്ചിട്ടുണ്ട്. അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് മെയിൻ അട്രാക്റ്റീവ് പോയിൻ്റായ മീൻപിടിപ്പാറയുടെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നമുക്കിതിൻ്റെ അകത്ത് കുറേ നടക്കാനുണ്ട്. ഒരു പാത്ത് വേ ഉണ്ട്, പാത്ത് വേ നമുക്ക് നടക്കാം. ലെഫ്റ്റ് സൈഡിൽ കൃഷിയും റൈറ്റ് സൈഡിൽ റബ്ബറിൻ്റെ മരങ്ങളുമാണുള്ളത്. നമുക്ക് അതിൽ കൂടെ നടന്നു പോകാനായിട്ട് അതിമനോഹരമായ പാതകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇടത്ത് സൈഡിൽ ഇരുന്ന് കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാം, സൂക്ഷിച്ചിറങ്ങണം. ഞാൻ വന്ന സമയത്ത് കുറച്ച് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കലങ്ങി കിടക്കുകയാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അതിനകത്ത് കുറച്ച് ഏരിയകളിലൊക്കെ കുറച്ച് കല്ലുകൾ കൂടുതലുള്ളതാണ്. കല്ലില്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങി നമുക്കവിടെ ആസ്വദിക്കാം. നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ. അപ്പുറത്തെ സൈഡ് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ മെയിൻ അട്രാക്റ്റീവ് പോയിൻ്റായ ആ ബണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഏരിയയിൽ ഇറങ്ങി നമുക്ക് കുളിക്കാനും കളിക്കാനും പറ്റുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാം. വലിയ ആഴമില്ലാത്ത ഏരിയയാണ്, സേഫുമാണ്. ഈ പാറയുടെ മുകളിലാണ് ആ മീനിൻ്റെ പ്രതിമ ഉള്ളത്. അവിടെ നിന്ന് വെള്ളം ഒഴുകി 2 പാറകളുടെ ഇടയ്ക്ക് കൂടെ ഒഴുകി വന്ന് നേരെ ആ ബണ്ട് കെട്ടിയിട്ട് അവിടേക്ക് വെള്ളം കെട്ടിക്കിടന്ന് അവിടെ നിന്ന് ആണ് പിന്നെ ഒലിച്ച് താഴോട്ട് പോകുന്നത്. Thanks for watching. Bye.